ഇന്ന് എന്നാ പറയുന്നേ, നമുക്ക് ഈ കുഞ്ഞിന് വേണ്ടി നമുക്ക് സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാം. മാത്രമല്ല സിത്താരയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മളും ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആട്ടോ. എന്നാന്നോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല ഞണ്ട് റോസ്റ്റാ. എന്നാ ടേസ്റ്റാന്നറിയും ഞണ്ട് റോസ്റ്റ്. ആദ്യമൊക്കെ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ വീട്ടിൽ ഏട്ടൻ്റെ അവിടെ ഈ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അമ്മയും അച്ഛനും ഒക്കെ പറയും, ഞണ്ടോ അയ്യോ വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞു, അച്ഛാ ഇതൊന്ന് കഴിച്ചു നോക്കൂ, അമ്മ ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇപ്പം ഞണ്ടൊക്കെ വീട്ടിൽ വെച്ചാൽ എൻ്റെ അമ്മായിയമ്മ ആദ്യം കഴിക്കും. എന്നുവെച്ചാൽ അത്ര സ്വാദായത്. പിന്നെ ഈ ഞണ്ട് റോസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നല്ല ചൂട് ചെമ്പാവരി ചോറും ഒരു ഇച്ചിരി തോരനും കൂടെ വച്ചിട്ട് ചൂടായിട്ട് കഴിക്കണം. ആ ചോറിൽ ഇങ്ങനെ ഇട്ട് കുഴച്ചിട്ടേ ഇങ്ങനെ ചൂട് ചോറ് അങ്ങോട്ട് ഇട്ടിട്ട് ഈ ചൂട് ഞണ്ട് റോസ്റ്റും അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ കൈ പൊള്ളണം. അങ്ങനെ ടേസ്റ്റായിട്ട് വേണം ഈ ഞണ്ട് റോസ്റ്റ് കഴിക്കാൻ. പക്ഷേ ഇപ്പം എന്നാന്നറിയാം, നമ്മൾ ഈ വൈകുന്നേരം ഗസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ചോറൊന്നും കൊടുക്കാനൊക്കുകയില്ല. പക്ഷേ അതിന് പകരം നല്ല ചൂട് മണിപ്പുട്ട്, ആവി പറക്കുന്ന നല്ല ചൂട് മണിപ്പുട്ടുണ്ടാക്കി അതിൻ്റെ കൂടെ നല്ല ചൂട് ഞണ്ട് റോസ്റ്റും കൂടെ കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ എന്നാ ടേസ്റ്റാണ്. പിന്നെ ഒരു ഇച്ചിരി ഒരു നല്ല ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. എന്തായാലും ഇപ്പോൾ നമുക്ക് എന്തായാലും ഞണ്ട് റോസ്റ്റും മണിപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പ വഴിയാണ്, അതും കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അമ്മമാരൊക്കെ ശരിക്കും അത് ഇങ്ങനെ പുട്ട് ഇങ്ങനെ മണിപ്പുട്ടാക്കി കുഞ്ഞു കുഞ്ഞു ഉണ്ടയാക്കി കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനകത്തും ഞാനൊരു എളുപ്പ വഴി കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചെയ്താൽ മതി. പക്ഷേ ക്ലൈമാക്സ് ഇസ് മണിപ്പുട്ട്. അതുപോലെ നമുക്ക് ഇനിയിപ്പോൾ ആദ്യം നമുക്ക് ഞണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. ഞണ്ട് എങ്ങനെ വൃത്തിയാക്കേണ്ടതെന്നൊക്കെ അറിയാവോ? എന്നാ പറയാനാ, അതിൻ്റെ ആ ഷെല്ല് കളയണം. പിന്നെ ഈ ഞണ്ട് കിട്ടുന്ന രീതി പോലെയാണേ. ചില ഞണ്ടാണെങ്കിൽ ഒത്തിരി വലുതാ, അതിനെ വേണമെങ്കിൽ രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. പക്ഷേ എന്നാന്നോ, ഈ ഒത്തിരി വലുതാണെങ്കിൽ മാത്രമേ അത് കട്ട് ചെയ്യാവുള്ളൂ. ഇല്ലേല ഇതങ്ങോട്ട് ചുരുങ്ങുമ്പോഴത്തേനുണ്ടല്ലോ ഒന്നും കാണുകയില്ല, ഇച്ചിരിയേ കാണത്തുള്ളൂ. എന്നാ പറയുന്നത്, കൊഞ്ചൊക്കെ നമ്മൾ 100 രൂപയ്ക്ക് മേടിക്കുമ്പോഴത്തേനും ഇത്രയും കിട്ടും. പക്ഷെ എന്നാ കഴുകി വരുമ്പോൾ ഇത്രയാവും, വെന്ത് വരുമ്പോൾ പിന്നെ ഇത്രയാവും. പിന്നെ 100 രൂപയ്ക്ക് തിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് ദഹിക്കുമോ എന്നും കൂടെ നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് ഇതിപ്പം ഏകദേശം എന്നാ പറയുന്നത്, ഒരു മീഡിയത്തിൽ നിന്ന് കുറച്ചുകൂടെ ചെറിയൊരു ഞണ്ട. അന്നേരം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ വലിയ കാലും അതിൻ്റെ ബോഡി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊരു 6-7 ഞണ്ടുള്ളൂ. അതിന് വേണ്ടിയ സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന. ഉള്ളി ഒരു 3 വലിയ ഉള്ളിയാണ് വേണ്ടിയേ. പിന്നെ വേണ്ടിയത് ടൊമാറ്റോയാണ്. ഈ ഉള്ളിയും ടൊമാറ്റോയും ഒക്കെ എടുക്കുമ്പോഴത്തേനെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റിൻ്റെ എത്രയാ അളവെന്ന് നോക്കിയേച്ചേ എടുക്കാവുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നത് തന്നെ ആയിരിക്കുകയില്ല നിങ്ങൾ എടുക്കുന്നത്. പിന്നെ വേണ്ടിയത് എന്നാന്നോ, പച്ചമുളകാണെങ്കിൽ എരിവ് നോക്കി വേണം എടുക്കാൻ. അത് ഇപ്പോൾ ഞാൻ ചുമ്മാ ഫോർ ദ സ്റ്റാർട്ടേഴ്സ് അല്ലെ ഫോർ ദ ബിഗിനേഴ്സ് പറയുവാണെങ്കിൽ ഒരു ഞണ്ടിന് ഒരു എരിവുള്ള പച്ചമുളക് ഒരെണ്ണം മതി. അതാ കണക്ക്. അതിനപ്പുറം എടുക്കണ്ട. അതിനപ്പുറം എടുത്താലുണ്ടല്ലോ ചിലപ്പോൾ എരിവ് കൂടും. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് അതനുസരിച്ച്. പിന്നെ വേണ്ടിയത് ഇഞ്ചി അരിഞ്ഞിടണ്ട, ഇപ്രാവശ്യം നമുക്ക് ചതച്ചെടുത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് വെളുത്തുള്ളി, അതും അരിഞ്ഞെടുക്കണ്ട, ചതച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കും രണ്ടും പ്രത്യേകം ചതയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അത് ഒന്നിച്ച് ചതച്ചാൽ പോരെ, അതായാലും മതി. പക്ഷേ ഒന്നിച്ച് ചതയ്ക്കുന്ന സമയത്ത് വേറെ സാധനം കൂടെ അതിനകത്ത് ഇടണം. അതുകൊണ്ടാണ് പ്രത്യേകം ഇപ്പോൾ ഇവിടെ ചതച്ച് വെച്ചത്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടിയത് മുളക് പൊടിയാണ്, പിന്നെ വേണ്ടിയത് മല്ലിപ്പൊടി, പിന്നെ വേണ്ടിയത് പെരിഞ്ജീരകം, പിന്നെ ഉപ്പ് പിന്നെ ഞാൻ പറഞ്ഞില്ല എപ്പോഴും കുറച്ചിട്ടാൽ മതി. കറി വാങ്ങിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ ചെയ്യാം. കുറഞ്ഞിരിക്കുവാന്നേൽ കൂട്ടാം. പക്ഷേ കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ അറിയാൻ മേല. എനിക്കും അറിയാൻ മേല. ചേച്ചിമാർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കിട്ടും കൂടെ ടിപ്പ് പറഞ്ഞു തരും. പിന്നെ നാച്ചുറൽ എൻ്റെ മാസ്റ്റർ പീസ് കറിവേപ്പില. ഇത്രേ വേണ്ടുള്ളൂ ഇതിനാവശ്യമുള്ള സാധനം. ഇനി എങ്ങനെ അത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. പാൻ നല്ല ചൂടായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ, എല്ലാവരും വീട്ടിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചോളൂ. കാര്യം അതിനെപ്പോലെ ഒരു ആൻറ്റിസെപ്റ്റിക് ഒരു ഓയിൽ വേറെ ഒന്നുമില്ല. ഇതിനകത്തോട്ട് കടുക് നല്ലതായിട്ട് പൊട്ടിയാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി,
ഉള്ളി നല്ലതായിട്ട് വഴറ്റണം. ഈ ഉള്ളി വഴറ്റാനിട്ടിട്ട് ഇതിനകത്തോട്ട് പച്ചമുളക് എരിവനുസരിച്ച് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു 7 കുഞ്ഞു ഞണ്ടേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 7 കഷ്ണം, ഇത് 2ആയിട്ട് കീറിയതാണ്. പച്ചമുളക് ഇട്ടു. ഇത് കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പം കുറച്ച് കറിവേപ്പില, ഇത് നമ്മൾ വഴറ്റാനിട്ടിട്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഇടാൻ പോകുന്നത് പ്രത്യേകം അരക്കണം എന്ന് പറഞ്ഞില്ലേ, അതെന്തൊക്കെ അരക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതലിടാം. 2 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി കൂടുതലിട്ടു. ഇതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരവും കൂടെ. ഇപ്പം നിങ്ങൾ ആലോചിക്കല്ലേ പ്രത്യേകം പിന്നെ എന്നാത്തിനാവും വെച്ചാൽ ഇങ്ങനെ അരച്ച് വെച്ചേന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തേ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 ചുള വെളുത്തുള്ളിയും പിന്നെ ഇച്ചിരി ഒരു എന്നാ പറയുന്ന ഒരു 1/2 സ്പൂൺ പെരിഞ്ചീരവും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുത്തേച്ചാൽ മതി. നമ്മൾ ഈ ചതച്ചെടുക്കുന്ന സാധനം ഉണ്ടല്ലോ ഒത്തിരി അങ്ങോട്ട് ചതയണ്ട, എന്നാ പറയുന്ന മഷി പോലെ ഒന്നും അരഞ്ഞു വരണ്ട. ഇതങ്ങോട്ട് പകുതി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചച്ചോവയുടെ മണം വരുന്നേ ഉള്ളൂ. എന്നാലും അതിനൊരു ഇച്ചിരിയും കൂടെ ഒരു പച്ചച്ചോവ മാറാനുണ്ട്. അതങ്ങോട്ട് മാറിയേച്ചുണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി, ഈ തക്കാളിയും കൂടെ ഈ നമ്മൾ വഴറ്റുന്ന ഉള്ളിക്കകത്തോട്ട് ഇട്ട് തന്നെ നല്ലോണം അങ്ങ് വഴറ്റുക. എന്നാന്നറിയാമോ, അപ്പോഴത്തേക്ക് ആ ഗ്രേവി നല്ലതായിട്ട് അങ്ങ് ആവും. ആ തക്കാളി നല്ലതായിട്ട് സ്മാഷായി അതിൻ്റെ കൂടെ അങ്ങ് ചേരും. ഇനിയിപ്പോൾ ഇതിൻ്റെ പരുവം എങ്ങനെയാണ് നമ്മൾ അറിയുന്നതെന്നറിയാമോ, ഇപ്പം നമ്മൾ ഉള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരവും എല്ലാം ഇട്ടു. ഇനി ഇതിൻ്റെ പരുവം എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇടാനായിട്ട് വരുന്ന പരുവം എങ്ങനെയാണെന്നറിയാമോ, നമ്മുടെ ഈ തക്കാളി ഉണ്ടല്ലോ വെന്ത് ഉടഞ്ഞ് അത് എന്നാ പറയുന്നത് സ്കിന്നായിട്ട് മാത്രം വരും. അന്നേരത്തേക്ക് നമ്മൾ അത്രയും പോണ്ട, എന്നാലും ഒരു ഇച്ചിരി ഒന്ന് വഴന്ന് കിട്ടി കഴിയുമ്പോഴത്തേക്ക് പൊടി ഇടണം. കാരണം പൊടി ഇട്ട് കഴിഞ്ഞിട്ട് വേണം അതും ഇതിനകത്ത് കിടന്ന് വെന്ത് മൂത്ത് അങ്ങനെ ആവണം, അല്ലാതെ പച്ചച്ചോവ ഒരിക്കലും വേണ്ട. പിന്നെ ഞണ്ടൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. എന്നാന്നോ, ഞണ്ടിനാണെങ്കിൽ അതിൻ്റെ ആ തോടൊക്കെ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറയിലൊക്കെ ഒത്തിരി അഴുക്കൊക്കെ ഉണ്ടാക്കും. നല്ലതായിട്ട് ക്ലീൻ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് വയറ്റിനൊക്കെ അസുഖം വരും. പിന്നെ അതേപോലെ തന്നെ ആ കൊഞ്ചനാണെങ്കിൽ നമ്മൾ മേടിച്ചേച്ച് ചെറുതാന്നേലും വലുതാന്നേലും കൊഞ്ചിനൊന്ന് നമ്മൾ അതിൻ്റെ ഷെല്ലെല്ലാം കളഞ്ഞു വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ നടുക്കൂടെ ഒരു ഞരമ്പുണ്ട്. ആ ഞരമ്പ് ഏറ്റവും കൂടുതൽ കൊഞ്ച് കഴിച്ചാൽ നമുക്ക് വയറ്റിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അലർജി വരുന്നതും ഒക്കെ ആ ഒരു ഞരമ്പ് ഇരിക്കുമ്പോഴാണെന്നാണ് പറയുന്നത്. അന്നേരം ആ ഞരമ്പ് എപ്പോഴും കളഞ്ഞേക്കണം, എന്നാൽ ഒരു സേഫ് സൈഡ് തന്നെയാണ്. ഇപ്പോൾ തക്കാളി ഏകദേശം വഴന്ന് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട് ഞാൻ ഓരോ പൊടി ഇടാൻ പോവാം. ആദ്യത്തെ പൊടി ഐശ്വര്യമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഉള്ളത് മുളക് പൊടിയാണ്. പിന്നെ അത് മല്ലിപ്പൊടി. ഇതും കൂടി ഇട്ട് നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇടാം, പക്ഷെ ഞാനിപ്പോൾ ഇട്ടു കേട്ടോ. അപ്പം നമ്മളിട്ട പൊടിയെല്ലാം നല്ലതായിട്ട് മൂത്തു. ഇനി അങ്ങോട്ട് തീ അങ്ങോട്ട് സിമാക്കി വെച്ച് നമ്മുടെ ഞണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതങ്ങോട്ട് ഞണ്ടിൽ നല്ലതായിട്ട് പെരണ്ട് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും.
ഞണ്ടിനധികം വേവില്ല, പക്ഷേ നമ്മൾ ചേർത്ത മസാലയ്ക്കെല്ലാം വേവുണ്ട്. എന്നാ പറയണം, നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ വഴറ്റിയില്ലേ, അതങ്ങോട്ട് പിടിക്കണ്ട. അതിനകത്തുള്ള മസാലയും എല്ലാം കൂടെ ഞണ്ടിനകത്ത് പിടിക്കണം. വെള്ളവും ഒഴിച്ചതിന് ശേഷം കുറച്ചുപ്പ്. ഇത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നമ്മൾ തീ കുറച്ചേച്ചല്ലേ നമ്മൾ എന്നാ പറയുന്നത് ഞണ്ടിട്ടത്. ഇനി അങ്ങോട്ട് തീ കൂട്ടിയിട്ട് അത് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം അത് അടച്ചു വെക്കണം. ഈ അടച്ചാൽ എന്നാ പറ്റുന്നേ, ഞണ്ട് വേവണ്ടേ? വേവണമെങ്കിൽ സമയമെടുക്കും. നമ്മുടെ ഞണ്ട് നല്ലതായിട്ട് വേവണം കേട്ടോ. ഞണ്ടിന് എന്നാ പറയുന്നത്, ഇച്ചിരി വേവോ ഇല്ലയെന്നൊക്കെ ഞാൻ പറയും, പക്ഷെ എന്നാലും എത്ര വേവിക്കുന്നോ അത്രയും നല്ലതാണ്. പിന്നെ ഈ ഉടഞ്ഞു പോവോ എന്നൊന്നും ഓർത്ത് പേടിക്കണ്ട, അത് ഉടഞ്ഞൊന്നും പോത്തില്ല. ഇനി അത് വേവട്ടെ. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എന്നാ പറയുന്നത് മണിപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അമ്മമാരുണ്ടാക്കുന്നവർ അത് കുഞ്ഞു ഉരുളയൊന്നും ആക്കിയേച്ചല്ല ഞാൻ ചെയ്യുന്നത്. അത് ഇച്ചിരി ഒരു എന്നാ പറയുന്നത് ഒരു തട്ടിപ്പായിൻ്റെ ഇടയിൽ കൂടെ, പക്ഷെ അമ്മമാർ നോക്കുമ്പോഴത്തേനുണ്ടല്ലോ അതൊരു നല്ല മണിപ്പുട്ടായി കിട്ടുകയും ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. അതിന് വേണ്ടി എന്നാന്ന് പറയും, നമുക്ക് പുട്ടുണ്ടാക്കാൻ എന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അന്നേരം പിന്നെ എന്നാലും ഞാൻ പറയേണ്ട ഒരു ഡ്യൂട്ടി എനിക്കുണ്ടല്ലോ, അന്നേരം പിന്നെ ഞാനത് പറയുക. വറുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി, വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന എന്നാന്നോ, ഇത് പുട്ടിൻ്റെനും അപ്പത്തിൻ്റെനും 2 തരം മാവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പത്തിനാണെങ്കിൽ വെരി നൈസ്, അതായത് ഒത്തിരി നല്ലതായിട്ട് പൊടിക്കുന്ന, പക്ഷെ പുട്ടിനാന്നേൽ കുറച്ച് തരി കാണും. ഇതിപ്പോൾ ഞാൻ എന്നാ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അപ്പത്തിൻ്റെ മാവാണ് ഇവിടെ എടുത്തേക്കുന്നത്. പക്ഷേ അപ്പത്തിൻ്റെ മാവും ഈ പറഞ്ഞ പോലെ വറുത്ത് വെച്ചേക്കുന്ന മാവ് തന്നെയാണ് ഇത്. പിന്നെ പുട്ടിനറിയാലോ തേങ്ങ വേണം. ഞാനാണെങ്കിൽ പുട്ട് വെക്കുമ്പോഴത്തേനുണ്ടല്ലോ ഇഷ്ടംപോലെ തേങ്ങ വെക്കും. എന്നത്തിനാണോ, ആ ആവിയിൽ വെന്ത ഒരു തേങ്ങയ്ക്ക് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് അത്. പിന്നെ ഉപ്പ് ഇച്ചിരി മതി കേട്ടോ, ആവശ്യത്തിന്. ഉപ്പ് ഇല്ലേലും കുഴപ്പമില്ല, നമ്മുടെ ഞണ്ട് കറിക്കൊക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂടുതലാകുന്നതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പുട്ടിൽ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിക്കോണം. കുറച്ച് ഉപ്പ്. ഈ പുട്ടിനകത്തൊരു മെയിനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. എന്നാന്നോ, നമ്മൾ ശരിക്കും പുട്ട് വെള്ളം ഒഴിച്ച് നനച്ചേച്ചല്ലേ പിന്നെ കുഴലിനകത്തോട്ട് വയ്ക്കുമ്പോഴത്തേനല്ലേ തേങ്ങ ഇടുന്നത്. അതിന് മുന്നേ നമുക്ക് എന്നാ ചെയ്യണമെന്നറിയോ, തേങ്ങ കുറച്ച് അരിപ്പൊടിയിലിടുക, അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഇതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ എന്നാ ചെയ്യണമെന്നോ, മിക്സിയിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് അങ്ങോട്ടൊന്ന് അടിക്കണം. അതെന്നറിയാം, ഒത്തിരി അങ്ങ് മഷി പോലെ അടിക്കാനല്ല, ഒന്ന് ചെയ്തേച്ച് പുട്ടിൽ തേങ്ങയും വെള്ളവും എല്ലാം കൂടെ ഇട്ട് നനച്ചേച്ചാലുണ്ടല്ലോ അതും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഈ ടേസ്റ്റിൻ്റെ കാര്യം പറയുമ്പം തിന്നാനും നല്ല രുചിയാണ്. പക്ഷേ ഇപ്പുറത്തൂടെ എന്നാണെന്നറിയോ, നമുക്ക് വല്ല കൊളസ്ട്രോളോ ട്രൈഗ്ലിസറിഡ്സോ ഒക്കെ കൂടും. കാര്യം എന്നാന്നോ, തേങ്ങ മാവിനകത്തും തേങ്ങ, പിന്നെ അല്ലാതെ കുടലിനകത്തും കൂടെ തേങ്ങ, പറയാമല്ലോ അവസ്ഥ. അതുകൊണ്ട് നമുക്ക് അത്രയും വേണ്ട. നമുക്കിപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി തേങ്ങ മാത്രമേ ഇടുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി തേങ്ങ ഇതിനകത്തോട്ട് ഇട്ടേക്കുക. ഇനിയിപ്പോൾ അഥവാ എന്നാ പറയുന്നത്, നമ്മുടെ ദൈവം തമ്പുരാൻ തന്നേക്കുന്ന കൂട്ട് ഒരു നല്ല രുചിയോടുകൂടി ഭക്ഷണം കഴിക്കാനാണ് നാവ് തന്നേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ രുചി കളഞ്ഞേച്ച് വല്ലതും ഒക്കെ എന്നാ പറയുന്നത് മാറ്റണ്ട. അഥവാ നമുക്ക് റെമഡി വേണം എന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല. ഇന്ന് നമ്മുടെ സിത്താരയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 കാർഡിയോളജിസ്റ്റാണ്. പിന്നെ എന്നാ പേടിക്കാനാ, നമ്മുടെ സംശയമൊക്കെ അദ്ദേഹത്തോട് ചോദിച്ച് എന്നാ ചെയ്യേണ്ടതെന്ന്. നമുക്ക് ആഹാരം കഴിക്കുകയും വേണം, എന്നാൽ അതിനുള്ള റെമഡി വേണം താനും അല്ലേ. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇന്ന് എന്തായാലും ഞാൻ എന്തായാലും രുചിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം.
പിടിക്കാം. ഇത്രയേ ഉള്ളൂ മണിപ്പുട്ട്. ഇത് നമ്മുടെ പുട്ട് റെഡിയായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ മണിപ്പുട്ടിന് നമ്മൾ ചെയ്തേക്കുന്ന തട്ടിപ്പ് വിദ്യ കൊണ്ടുണ്ടാക്കിയ മണിപ്പുട്ടാ. കണ്ടോ, ഈ മണിപ്പുട്ടാണെങ്കിൽ ഒന്ന് പൊടിഞ്ഞിട്ട് പോലുമില്ല. ചില സമയം പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. അന്നേരം കാര്യമാക്കണ്ട, അടുത്ത പ്രാവശ്യം നമുക്കങ്ങ് ശരിയാക്കാനേ ഉള്ളൂ. നല്ല മണിപ്പുട്ട് കിട്ടും. പിന്നെ കണ്ടോ, ഇത് നമ്മളുണ്ടാക്കിയ നമ്മുടെ ക്രാബ് റോസ്റ്റാ. എന്നാ പറയാൻ എന്നാ രസമല്ലേ ഇത്. ശരിക്കും ഈ ചൂട് പുട്ടിൻ്റെ കൂടെയും ഇത് കഴിക്കണം. പക്ഷേ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ എപ്പോഴും പറയുന്നത് നല്ല ചൂട് ചെമ്പാവരി ചോറിൻ്റെ കൂടെ വേണം കഴിക്കാൻ. ചോറും ഇതിൻ്റെ അരപ്പും മാത്രം ആദ്യം എടുത്ത് ഇങ്ങനെ കുഴച്ച് എന്നാ ടേസ്റ്റാണെന്നറിയാവോ. പിന്നെ ഒരു ഇച്ചിരി തോരനുണ്ടെങ്കിൽ സ്വാദ് കൂടും. എന്നാൽ ഇപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഗസ്റ്റിന് നല്ല ചൂട് മണിപ്പുട്ടും ക്രാബ് റോസ്റ്റും കൂടെ കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വരുന്ന ഗസ്റ്റ് ഈ പറഞ്ഞ നല്ല ഒന്നാന്തരം ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്ത്, അതായത് പല വിഭവങ്ങളാണ് അവിടെ. നമ്മുടെ പോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊന്നും അല്ല അവിടെ. ആന്നേരം എന്നാ പറയാനാ, ഒത്തിരി സാധനങ്ങളുണ്ട്. ആ ഒരു നാട്ടിൽ നിന്നാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. അന്നേരം നമ്മുടെ ഞണ്ടൊക്കെ ഏക്കോ എന്നാലും എന്നാ പറയാനാ അല്ലേ. ഇച്ചിരി ആണെങ്കിലും നമ്മുടെ ഫുൾ എഫേർട്ടും സിൻസിയാരിറ്റിയും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഡിഷല്ലേ നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ബെസ്റ്റ് എന്നാ പറയുക ശുഭപ്രതീക്ഷ. നമസ്തേ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ പോകുന്നു കേട്ടോ. ഇപ്പൊ തന്നെ എനിക്കൊരു ചങ്കിനകത്തൊരു ഇടിയുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരിയായ ആളുകളിൽ ഒരാളാണ് ചേച്ചി. എന്റെ തല ഇടിക്കുന്നു കുഞ്ഞ്. ഇപ്പൊ ഓഫ് സ്ക്രീനിലും ഇത്ര ഭയങ്കര സുന്ദരി അടുത്ത് എന്റെ കൈ പൊള്ളും. എനിക്ക് നിക്കാൻ വയ്യ, ഞാൻ താന്നു പോകുന്നത്. എന്താ പറയുന്നല്ലേ. നമസ്തേ. ഡോക്ടറെ പറ്റി പറയുവാണെങ്കിൽ ഡോക്ടറെ ഞാൻ സത്യം പറയാലോ, ഈ പുട്ടിനകത്തെ ഞാൻ ഇച്ചിരി തലവോളിത്തരം കാണിച്ചിട്ടുണ്ട്. അത് ഒറ്റ കെയർ ഓഫ് ഡോക്ടർ വരുന്നുണ്ട് എന്നുള്ള കെയർ ഓഫിൽ, അതായത് റെമഡി ഞങ്ങൾക്ക് പറഞ്ഞു തരുമല്ലോ എന്നുള്ളൊരു കെയർ ഓഫ് ഉണ്ട്. അതെന്നാന്നല്ലേ ഡോക്ടർ ചിന്തിക്കുന്നേ. എന്നാൽ ഡോക്ടറെ പറ്റി പറയാൻ ഞാൻ പറഞ്ഞില്ലേ, ടോപ്പ് നമ്പർ 1 കാർഡിയോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം. അതെന്നാ അറിയോ, കുറച്ച് ആരോഗ്യകരമായ കാര്യങ്ങൾ നമ്മുടെ എന്നാ പറയുന്നത് ഈ ഞാൻ ഉൾപ്പെടെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഞാൻ ഉൾപ്പെടെ ചെയ്യണം. നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ച് ഹെൽത്തി ടിപ്സ്. പിന്നെ എന്നാ പറയുക, നമ്മുടെ പ്രേക്ഷകർ കുറച്ച് വേണ്ടാതീന് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡോക്ടർ വേണം ഇന്ന് മറുപടി പറയാൻ. എന്തായാലും ഞങ്ങളുടെ കിച്ചണിലെ ആദ്യമായിട്ട് ഒരു ഡോക്ടർ വരുന്നത് അതിന് ഫസ്റ്റ് ക്രെഡിറ്റ്. എനിക്കും സന്തോഷമുണ്ട്. കാരണം പലപ്പോഴും ഞങ്ങൾ ഡോക്ടർമാരൊക്കെ വിചാരിക്കും ഈ ഒ പിയിൽ പേഷ്യൻസിൻ്റെ അടുത്തിരുന്ന് അവരോട് പറയുന്ന പല കാര്യങ്ങളും ഈ ചെവിയിലെ കേട്ട് ഈ ചെവിയിലാണ് പോകാറ്. പക്ഷേ അത് കേൾക്കാനും കാണാനും കൗതുകമുള്ള ഇതുപോലെയുള്ള വിനോദ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ മനസ്സിൽ നിൽക്കുകയും ചെയ്യും. ഒരു പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യും. ഇത്തരം വേദികൾ ഭയങ്കര ഇൻഫോർമൽ ആയിട്ടാണ് ഈ കാര്യം ആൾക്കാരിൽ എത്തിക്കുന്നത്. ഇപ്പൊ നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോ നമ്മുടെ അടുക്കളയാണ്, നമ്മുടെ സ്വന്തം സ്ഥലമാണ്. എനിക്ക് മേല ഇനി താങ്ങുമല്ല, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. ശരിക്കും എനിക്ക് തോന്നുന്നു മലബാർ സൈഡ് അല്ലേ? അതെ, ഞാൻ കോഴിക്കോടും കണ്ണൂരുമാണ്. അപ്പൊ പിന്നെ ദൈവം തമ്പുരാനെ, ഞാൻ ഈ പുട്ടും ഞണ്ടും ഒക്കെ ആയിട്ട് എന്നാ പരിവാകുമെന്ന് എനിക്ക് തന്നെ അറിയാൻ മേല. ഞങ്ങൾ എവിടെ പോകുമ്പോഴും അതാത് സ്ഥലത്തെ ഭക്ഷണം ട്രൈ ഔട്ട് ചെയ്യാം അല്ലേ. അപ്പൊ ഇന്ന് ആനീസ് കിച്ചണിലെ ഭക്ഷണം ട്രൈ ഔട്ട് ചെയ്യാം. ഡോക്ടർ നല്ലതായിട്ട് പറയണ്ടേ, അതുകൊണ്ട് ഞാൻ ഡോക്ടറിന് ആദ്യം ചൂട് ഭക്ഷണം. ഞാനൊരു പക്ക വെജിറ്റേറിയൻ, എൻ്റെ അമ്മയൊക്കെ പക്ക വെജിറ്റേറിയൻ ആണ്. അപ്പോൾ വീട്ടിൽ നോൺ വെജ് കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ആക്രാന്തം കൂടുതലാണ് നോൺ വെജ്. സിത്താരയുടെ അമ്മയുടെ ഫാമിലി അവർ നോൺ വെജ് കഴിക്കാത്ത ഫാമിലി. അപ്പം അച്ഛനും ഞങ്ങളൊക്കെ പുറത്ത് പോയി കഴിച്ച് ചെറിയതായിട്ടുള്ള ശീലമേ ഉള്ളൂ. ഇപ്പം കല്യാണത്തിന് ശേഷം നല്ല പാചകക്കാരാണ് സിത്താര. അമ്മ ഭയങ്കര നല്ല കുക്കാണ്. പലപ്പോഴും സമയത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ ഇപ്പം നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്രാബ് ശരിക്കും കഴിക്കേണ്ട വിധം ഇതുവരെയും എനിക്ക് അറിയില്ല. കഴിക്കാൻ ഭയങ്കര ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിലും വലിയ ടെൻഷനൊന്നുമില്ല. എന്നാന്നറിയോ, ക്രാബിനോട് നമ്മൾ ഒരുപാട് ഫോർമാലിറ്റീസ് കാണിക്കരുത്, മനസ്സിലായില്ലേ? ഞാനൊക്കെ ഇത് കഴിക്കാൻ പഠിച്ച സത്യം പറഞ്ഞാൽ ഇതങ്ങോട്ട് പൊട്ടിക്കും, കരിവിരാ തിന്നും, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ആക്രാന്തമില്ലേ, ക്രാബിനോട് കാണിക്കാൻ. എന്ത് ഭക്ഷണമാണെങ്കിലും ഹോട്ടലിൽ പോവാണെങ്കിൽ ഞാനൊരു കോർണർ നോക്കും, ആരും അധികം കാണാത്ത. എനിക്ക് ഭയങ്കര സയന്റിഫിക് ആയിട്ട് കഴിക്കാൻ അറിയാൻ ചേച്ചി. എനിക്കിത് കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അത് വാട്സാപ്പിൽ വന്ന് സിത്താരയുടെ ഭക്ഷണം, സിത്താരനെ വളരെ അടുത്തറിയുന്നവർക്കൊക്കെ ഭയങ്കര ഭക്ഷണം കഴിക്കുന്ന രീതിയും
മാതൃകാപരമാണ് സത്യത്തില്. കോഴിയൊക്കെ കഴിച്ചാല് കോഴികൾ തന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല, കുറച്ച് പൊടി മാത്രം ബാക്കി. അത്ര ആസ്വദിച്ച് കഴിക്കും അല്ലേ? ആസ്വദിച്ച് കഴിക്കുന്നല്ലേ ശരിക്കല്ലേ? അല്ലാതെ നേരത്തെ ഡോക്ടർ ഒന്നും ആക്രാന്തല്ല, ആസ്വദിച്ച് കഴിക്കുന്നത്. അപ്പൊ ഫുഡിനോട് ഒത്തിരി രുചി നോക്കുന്ന ഒരു വ്യക്തിയാന്ന് കൂടെ ഈ തോന്നുന്നു. കോഴീന്റെ ഒക്കെ കഴുത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കഴുത്ത് വരെ കടിച്ചു തരുന്ന അവസ്ഥയാണ്. കല്യാണം കഴിച്ചപ്പോ ഇത്ര ആലോചിച്ചില്ലല്ലേ? സിത്താര ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഫുഡ് ഏതാ? ഏറ്റവും നല്ല ഫുഡ് പറഞ്ഞാൽ വെജാണോ നോൺ വെജ് ആണോ? നോൺ വെജ് തന്നെയാണ്. സിത്താര ഇങ്ങോട്ട് നോക്കും. ബീഫ് ഉണ്ടാക്കും, ഞാൻ നോക്കി പഠിപ്പിച്ചിട്ട് മറ്റേ നല്ല ടേസ്റ്റ് ആണ്. എന്നാ ഉണ്ടാക്കുന്നത്? ബീഫ് ഒലത്താണോ, ബീഫ് കറിയാണോ, ബീഫ് പെരട്ടാണോ? സിത്താര ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ബീഫാന്ന് പറഞ്ഞു. ബീഫ് വരട്ടിയത്, ഒലത്തി വെക്കുന്നത് തേങ്ങാക്കൊത്ത്. അമ്മ ആദ്യമൊക്കെ ഹെഡ്ഫോൺ വെച്ചിട്ടായിരുന്നു അമ്മയോട് ചോദിക്കുക, പ്രഷർ കുക്കർ അടക്കിയാണേ തുറക്കണ്ടപ്പോ പറയണേന്നൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊ ശീലായി. ഇപ്പൊ നല്ലതായിട്ട് ചെയ്യും അല്ലേ? പിന്നെ ദോശയൊക്കെ ചൂടായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നല്ല എന്നാ നല്ല മോളാന്ന് നോക്കിയേ. അത് ഈ പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ടുണ്ട്, കുഞ്ഞുനാളിലൊക്കെ ഭയങ്കര ഡാൻസും കലാതിലകവും ഒക്കെ ആയിരുന്നു സിത്താര അല്ലേ? അതാ അതൊക്കെ അതല്ല ചോദിക്കപ്പോഴേ, കുഞ്ഞുനാളിൽ മുഴുവനും ഡാൻസ്, അത് കഴിഞ്ഞിട്ട് നോക്കൂ ഒരു ടേണിംഗ് പോയിന്റ് പോലെ പാട്ട്. ഇതെന്നെ മോളെ പാട്ട് കൂടെ പഠിച്ചതാണോ അതോ ഡാൻസ് മാത്രം? രണ്ടും പഠിച്ചിരുന്നു, രണ്ടും ഒരേമാതിരിയാ ട്രെയിനിങ് ഒക്കെ എടുത്തിരുന്നേ. ആ സമയത്ത് രണ്ടും കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു. അന്ന് കോമ്പറ്റീഷനിൽ പ്രൈസും ഒക്കെ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ് കിട്ടിയിരുന്നത്. പക്ഷെ അന്ന് ഡാൻസിനാണ് കുറേം കൂടി മീഡിയയിൽ ഒരു ഇമ്പോർട്ടൻസ് കിട്ടി. അങ്ങനെയാണ് എല്ലാവരും ഡാൻസ് ചെയ്യണ കുട്ടി എന്നുള്ള രീതിയിൽ അറിഞ്ഞത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ടിൽ കുറച്ചും കൂടി ഫോക്കസ് കൂടി, അവസരങ്ങൾ, സിനിമയിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, മത്സരങ്ങളൊക്കെ. ഇഷ്ടംപോലെ ട്രോഫീസ് ആണ്. അപ്പം കലാതിലകല്ലേ, അപ്പൊ എത്രയെല്ലാം കോമ്പറ്റീഷൻസ് പോയിട്ടുണ്ടാവും അല്ലേ? ഒരു റൂം ഫുൾ. ശരി, പെണ്ണ് കാണാൻ വന്നപ്പം കാണിച്ചു തന്നാ അത്. എനിക്കിതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ, ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി ഭാരവാഹിക്കായിരുന്നു. അപ്പം സിത്താരയുടെ അച്ഛൻ അവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഫാമിലി ആയിട്ട് നല്ല അടുപ്പായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അവിടെ പോവാറ്. അങ്ങനെ പിന്നെ അല്ലാതെ തന്നെ പത്രത്തിലൊക്കെ എപ്പോഴും ഫോട്ടോ വരുന്നു. പിന്നെ കുറേശ്ശെ നമ്മൾ എന്നാ കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കുന്നതെന്ന് നോക്കിക്കേ. അപ്പോഴേ വട്ടം വിട്ടു ഈ കുഞ്ഞിനെ ഒന്ന് നോക്കണമല്ലോ എന്നല്ലേ. പിന്നെ കല്യാണം ആലോചിച്ച് ചെന്നു. അതെ 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 അതെ. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വിവാഹം ആലോചിച്ചു തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടല്ലോ ഒന്ന് ആലോചിച്ച് കളയാം, വേറെ പിന്നെ തപ്പി മെനക്കെടുണ്ടല്ലോ എന്നാ ഈ കുഞ്ഞിനെ തന്നെ ആലോചിക്കാലോ വിചാരിച്ചല്ലേ. ഇപ്പൊ പിള്ളേര് ഒരു മോളുണ്ട് ഞങ്ങക്ക്, അവൾക്ക് 2.5 വയസ്സായി. സാവൻ ഋതു എന്നാ പേര്. സാവൻ ഋതു. ഓ ഋതു. ഓക്കെ. ഇപ്പൊ അവരെവിടെ? കാലിക്കറ്റില്. ഇപ്പം കൊച്ചിയിൽ. എൻ്റെ അമ്മയുണ്ട് കൂടെ. അപ്പം അമ്മ പിള്ളേരെ നോക്കുന്നു. അമ്മയാണ് വാവയുടെ ഒരു വാവ അമ്മയുടെ ഫാനാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ഇങ്ങനെ യാത്രകളൊക്കെ കുഴപ്പമില്ലാണ്ട്. അമ്മ ഉണ്ടാക്കുന്ന മീനാണ് വാവയുടെ ഏറ്റവും ഇഷ്ടം. മീമി എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. എല്ലാ മീമിയും, മീൻകാരൻ മീൻ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവള് പുറത്ത് അമ്മയുടെ കൂടെ ഇറങ്ങി തോളത്താണെങ്കിൽ ഓരോ സാധനത്തിന് മീമി, പിന്നെ കോര മീമി, മാന്തല് മീമി. ഞാൻ നോക്കിയപ്പോ അവൾക്ക് നല്ല ടേസ്റ്റ് സെൻസ് ഉണ്ട്. അതെന്റെ വലിയ ഭാഗ്യം. വേറെ ഒന്നും ഇല്ലെങ്കിലും നല്ല ഭക്ഷണം എനിക്ക് ഇല്ല ചേച്ചി, നല്ല ഭക്ഷണം രുചിയോടെ കഴിക്കാൻ അറിയില്ലെങ്കിൽ ഭയങ്കര കഷ്ടമല്ലേ അല്ലേ? നമ്മുടെ 20th ഇയർ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്തില്ലേ ഷാറൂഖ് ഖാൻ? അതുപോലെയായിരുന്നു എനിക്ക് സിത്താരയ്ക്ക് ഈ പറഞ്ഞ കൂട്ട് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഏത് ഈ സെല്ലുലോയിഡിന്റെ പാട്ട് അല്ലേ? ആ ഒരു ടേണിംഗ് പോയിന്റിനെ കുറിച്ചൊന്ന് പറയോ? തീർച്ചയായിട്ടും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയും പാട്ടും ഒക്കെയാണ്. അതിന് മുമ്പ് അതിശയം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. അതിനുശേഷം കുറച്ച് എന്താ പറയുക, ആളുകൾ ശ്രദ്ധിച്ച കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൽസമ്മ എന്ന ആൺകുട്ടിയിൽ രാജാമണി സാറിൻ്റെ പാട്ടാണെങ്കിലും, പിന്നെ മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ട്രാഫിക്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമകളിൽ പാട്ടുകൾ ഉണ്ടായിരുന്നു, തമിഴിലും ഒക്കെ. പക്ഷേ സെല്ലുലോയിഡ് വന്നപ്പം തീർച്ചയായിട്ടും അതിന് കിട്ടിയിട്ടുള്ളൊരു അംഗീകാരം ഉണ്ടല്ലോ. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ആളുകൾ കൂടുതലും ശ്രദ്ധിച്ചു. അതിന് മുമ്പ് പാടിയ പാട്ടുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു കാരണമായി. അപ്പോൾ എനിക്ക് എൻ്റെ കരിയറിൽ വളരെ പ്രധാനപ്പെട്ടാണ് എം ജയദേവൻ സാറും കമൽ സാറും തന്നിട്ടുള്ള ആ ഒരു പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ആ പാട്ടിന് 2 വരി അമ്പിളിച്ചന്തം ഏനുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴച്ചന്തം കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. ശരിക്കും ഇതിപ്പോ തമിഴിലും എടുത്തപ്പം അതില് ഇതേ മാരിയാ
ട്യൂൺ ഇത് തന്നെയാണ്, വരികൾ മാത്രം. അമ്മാടിനാ താമരൈതാനാ അമ്മാടിനാ മാറിവിൽതാനാ അമ്മാടിനാ മാമഴൈതാനാ കമ്മലിട്ടേ പൊട്ടു തൊട്ടേ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ തെമ്മാങ്കത്തേൻ കുയിലേ. തമിഴൊക്കെ നേരത്തെ അറിയോ? കുറേശ്ശെ നമ്മൾ കേട്ടാൽ മനസ്സിലാവും, കുറേശ്ശെയൊക്കെ വർത്താനം പറയും. അപ്പൊ പിന്നെ പാട്ട് പാടാൻ പറഞ്ഞപ്പോ പേടിയായില്ലേ? അച്ഛാ തമിഴിലൊക്കെ പാടുമ്പോ ആ ഒരു തമിഴ് പാട്ടുകൾ അതിന് മുമ്പ് ഞാൻ പാടിയിരുന്നു ചേച്ചി, കുറച്ച് അധികം പാട്ടുകൾ. പിന്നെ എനിക്ക് എൻ്റെ ടീച്ചേഴ്സൊക്കെ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട് അവിടെയുള്ള. അപ്പം അതുകൊണ്ട് ഭാഷ അങ്ങനെ സഹായിക്കുമല്ലോ അവിടെ എല്ലാവരും. പക്ഷെ എനിക്കൊന്ന് തമിഴില് മാത്രമല്ല തോന്നുന്നു അല്ലേ സിത്താര? തെലുങ്കിലും കന്നഡയും കുറേശ്ശെ പാടി. മലയാളികൾക്ക് കുറച്ചും കൂടി എളുപ്പമാണ് തോന്നുന്നുണ്ട് ഈ ഭാഷ. ഇതൊക്കെ മലയാളമാണോ ഏറ്റവും പാട് പഠിക്കാന്? മലയാളത്തിൽ എല്ലാ സിലബിൾസും ഉണ്ട്. തെലുങ്കാണ് നമുക്ക് കുറേം കൂടി എനിക്ക് എളുപ്പമായി തോന്നിയിട്ടില്ലേ മലയാളികൾക്ക്. പിന്നെ തമിഴൊക്കെ അവര് സഹായിക്കും, നമ്മളെന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ അപ്പൊ അവര് കറക്റ്റ് ചെയ്യാൻ. ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ പുട്ട് ഇതുവരെ എന്റെ പുട്ട് തണുത്താലുള്ള അവസ്ഥ അറിയാലോ. പിന്നെ എന്നെ ചീത്ത വിളിക്കാറ്, ഞാൻ ഇങ്ങനെ കാതൊക്കെ പൊത്തിയിരിക്കേണ്ടി വരും. ഇതിനകത്ത് ബേസിക്കലി ഇച്ചിരി ഉപ്പൊക്കെ കുറവായിരിക്കും, ഞങ്ങൾ ഇച്ചിരി ഹെൽത്ത് കോൺഷ്യസ് ആണ്. പക്ഷെ എന്നാൽ തല്ലുകൊളുത്തരം ഉണ്ടോന്ന് ഞാൻ പറഞ്ഞതെന്നറിയോ, ഞാൻ ഇച്ചിരി തേങ്ങ കൂടുതൽ ഇട്ടിട്ടുണ്ട്. തേങ്ങ കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് വളരെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ പാടില്ല. ഇതിൽ വലിയൊരു ദോഷമൊന്നും തേങ്ങ ഉണ്ടാക്കണില്ല. കാരണം നമ്മുടെ പ്രാദേശികമായ ഒരു ഭക്ഷണ രീതി എന്നുള്ള രീതിയിൽ തേങ്ങ അതിന്റെ ഭാഗമാണ്. പുട്ട് പ്രത്യേകിച്ച് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണല്ലോ. ദാസാറൊക്കെ ഇപ്പോഴും ഈ പ്രായത്തിലും ആരോഗ്യം പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ ആവിയിൽ പുഴുങ്ങിയ സിത്താര അങ്ങനെയാണോ? ഭക്ഷണ രീതി അത്ര ആരോഗ്യകരമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അപ്പൊ പിന്നെ ഇടി ഉറപ്പാണ് ഡോക്ടറിന്റെ. ഇതിപ്പോ ചോദിച്ചു നോക്കൂ വീട്ടിലെങ്ങനെ കഴിക്കുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? ഫാസ്റ്റ് ഫുഡാണ്? ചിക്കൻ അല്ല, ചിക്കൻ ബിരിയാണി, കോഴിക്കോട് ബിരിയാണി. ഭയങ്കര നല്ല ടേസ്റ്റാണ് ചേച്ചി. പക്ഷെ ഇത് ഭയങ്കര രസമായിരുന്നു. ചില ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോ പിന്നെയും വിശക്കുമല്ലോ, അത് അതിന്റെ ക്വാളിറ്റിന്റെ സൈഡാണ്. കല്ലുമ്മക്കായ ഞണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. പക്ഷേ ഷെൽ ഫിഷുകൾ പൊതുവെ ക്രാബും ഈ കല്ലുമ്മക്കായൊന്നും അത്ര ഹാർട്ടിന് നല്ലതല്ല എന്ന് പറയും. മീനാണ് ഏറ്റവും നല്ലത്. ചെറു മീനുകളൊക്കെ വേവിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഹൃദയത്തിന്. ഒരു പ്രശ്നം ഒരു ഹാർട്ടിന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എങ്ങനെയായിരിക്കും അത് എഫക്ട് ചെയ്യുന്നത്? ഏറ്റവും ഒരു മനുഷ്യന്റെ ബോഡിയിലേക്ക് ഒരു കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ വരുന്നത് നമുക്ക് എന്ത് കഴിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അല്ല, സത്യത്തിൽ ഹൃദയത്തിന്റെ അസുഖങ്ങൾ വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഭക്ഷണശീലം തന്നെയാണ്. കാരണം കൊളസ്ട്രോൾ കൂടുക എന്നുള്ളത്. കൊളസ്ട്രോൾ തന്നെ ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്, LDL. ചീത്ത കൊളസ്ട്രോൾ കൂടുന്നത് ഒരു കാരണമാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ 35% മാത്രമേ ഭക്ഷണത്തിൽ നിന്നുള്ള കൊളസ്ട്രോൾ ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി ശരീരത്തിനകത്ത് നിന്ന് ഉണ്ടാകുന്ന കൊളസ്ട്രോളാണ്. പിന്നെ ഷുഗറും പ്രഷറും കൂടാൻ കാരണമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടല്ലോ. ഉപ്പ് ധാരാളം കഴിക്കുന്നത് പ്രഷർ കൂടാനോ, ഷുഗർ ധാരാളം കഴിക്കുന്നത് ഡയബറ്റീസ് കൂട്ടാനോ ഒക്കെ കാരണമാവുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ഇൻഡയറക്റ്റ്ലി അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ ഹാർട്ടിനെയാണ് ബാധിക്കുന്നത്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, പിന്നെ ഇതുമായി ബന്ധപ്പെടാത്ത മറ്റ് പുകവലി പോലുള്ള ശീലങ്ങൾ, പിന്നെ പാരമ്പര്യ ഘടകങ്ങളൊക്കെ. അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു നിയന്ത്രണം എപ്പോഴും ചെയ്യാൻ പറ്റും. ഹൃദ്രോഗം പാരമ്പര്യമായ ഒരു ഘടകമുണ്ട്. ഹൃദ്രോഗം മാത്രമല്ല, അല്ല, പല അസുഖങ്ങൾക്കും ഡയബറ്റീസ് ഉണ്ട്, BP-ക്കും ഉണ്ട്. ഓ, അത് ശരി. ഈ പറഞ്ഞ പോലെ സിത്താര ഇങ്ങനെ ഭക്ഷണമൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വ്യക്തി, ഇദ്ദേഹത്തിന് വല്ല നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ? ഇന്നത് നിങ്ങൾ ആരോഗ്യം പറയുമ്പോൾ ഞാനിങ്ങനെ തിന്നണ വിഷ്വല് കാണിച്ചോണ്ടിരിക്കുക. അല്ല, ഭക്ഷണം കഴിക്കുന്ന രീതിയും കഴിക്കുന്നതൊക്കെ കണ്ടാൽ നമുക്ക് കൊതിയാവും. അത്ര ആത്മാർത്ഥമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ പലപ്പോഴും പ്രോഗ്രാമുള്ള ദിവസങ്ങളിലുള്ള ഭക്ഷണം വളരെ സമയത്തിന് കഴിക്കില്ല. പിന്നെ അത് നമ്മൾ ശരിക്കും നമ്മളെ മലയാളികൾ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെ അല്ലേ ഡോക്ടർ? സമയത്തുള്ള ആഹാരം ഒക്കെ പ്രശ്നമാണ്. ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ഇറഗുലർ ശീലങ്ങൾ കുറച്ച് പേര് ചിട്ടയിൽ ചെയ്യണത് കാണുമ്പോൾ അത്ഭുതം. അപ്പോഴും ദാസാരൊക്കെ അത് യാത്രകളിൽ പോലെ അദ്ദേഹത്തിന്റെ ഹാബിറ്റ്സ് ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന സമയം ഭയങ്കര അത്ഭുതം തോന്നും. ചിലപ്പോൾ കഴിക്കാണ്ടിരിക്കും, ടെൻഷൻ വരുമ്പോൾ കഴിക്കാണ്ടിരിക്കും, അപ്പോൾ കൂടുതൽ വേഴ്സാവും. ഈ ആർട്ടിസ്റ്റുകൾ പ്രത്യേകിച്ച് സിംഗേഴ്സിൻ്റെ ഒക്കെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് അസിഡിറ്റിയാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും പിന്നെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കുറച്ച് ആങ്സൈറ്റി, ടെൻഷൻ, അപ്പോൾ ഈ ഗ്യാസ്ട്രിക് റിഫ്ലക്സ് വന്നിട്ട്
ആങ്സൈറ്റി അതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഗ്യാസ് ട്രബിൾസ് ഉണ്ടാവുന്നത്. ഗ്യാസ്ട്രിക് അസിഡിറ്റി വന്നിട്ട് ഇങ്ങനെ തൊണ്ടയിലൊക്കെ പ്രശ്നം വരും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ സ്റ്റേജിലൊക്കെ ഒരു എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വ്യക്തികൾ, ഇപ്പം സിത്താര അവിടെ വന്നപ്പോൾ എനിക്കൊരു കോംപ്ലിമെന്റ് തന്നു, പക്ഷെ എന്നാൽ ഞാൻ ആ കോംപ്ലിമെന്റ് തിരിച്ചു തരാമെന്ന് വിചാരിക്കല്ലേ. സിത്താര, ഗായത്രി, മഞ്ജരി, എനിക്ക് ശരിക്കും നിങ്ങളെയൊക്കെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര സുന്ദരിയായിട്ട് പെൺപിള്ളേരെ കാണുന്നത് സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ പാടുമ്പോഴൊക്കെ. അപ്പോൾ ശരിക്കും അതിനകത്ത് എനിക്കൊരു മനസ്സിലാക്കിയ എന്നാന്ന് വെച്ചാൽ, ഇതിനകത്ത് എനിക്കൊരു ചോദ്യം ചോദിക്കാനാന്ന് വെച്ചാൽ, നമ്മളൊരു മേക്ക് ഓവർ വരില്ലേ, ഒരു പാട്ട് പാടുമ്പോൾ ഒരു മേക്ക് ഓവർ മസ്റ്റ് ആണോ? ഒരു എങ്ങനെ രണ്ട് തരത്തിലാണ് ആക്ച്വലി. ഇതിപ്പോൾ വിഷ്വലിൻ്റെ ഒരു സമയം കൂടിയാണ്, എല്ലാവരും ആ വിഷ്വലും കൂടി ചേർത്തിട്ടാണ് മ്യൂസിക്കിനെയും സാധാരണ ആളുകൾ കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ പ്രസൻറ്റബിൾ ആവുക, ഭംഗിയായിട്ടിരിക്കുക, ഭംഗിയുള്ള ഇതൊക്കെ നമുക്ക് കാണാൻ ഇഷ്ടമാണല്ലോ, എന്തൊക്കെ പറഞ്ഞാലും അത് നമുക്ക് ഇഷ്ടമാണ്, പ്ലസൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ. അപ്പം ആ രീതിയിൽ ഒരു എന്താ പറയുക ടോട്ടൽ ഭംഗി കൊടുക്കുക എന്നുള്ളത് ഒരാവശ്യമാണ് ഇപ്പോഴത്തെ ഒരു, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കണേ. മ്യൂസിക്കിൻ്റെ ഒരു നമ്മളുടെ പ്രാക്ടീസിനെയോ അതിൻ്റെ ക്വാളിറ്റീനെയോ ഒന്നും നമ്മളുടെ ഈ ഒരു മേക്ക് ഓവറൊക്കെ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എസ്പെഷ്യലി ഈ ഒരു നമ്മൾ മ്യൂസിക് മാത്രം ആസ്വദിക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് ഇതിനൊക്കെ എത്രമാത്രം വെയിറ്റേജ് കിട്ടും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യുക, അപ്പം നമ്മൾ എങ്ങനെയാണോ കംഫർട്ടബിൾ അതേപോലെ നിൽക്കുക എന്നുള്ള. എനിക്ക് ഭക്ഷണം തന്നെയാണെങ്കിലും നമ്മൾ എത്ര സ്വാദുള്ള ഭക്ഷണമാണെങ്കിലും അതൊന്നും നല്ലൊരു പാത്രത്തിൽ ശരിയാ അതേപോലെ ഇരിക്കും, ഒന്ന് ഭംഗിയായിട്ട് നിൽക്കുക. അത് ഞാൻ എങ്ങനെയാണോ കംഫർട്ടബിൾ ആവുക പാടുന്ന സമയത്ത് അതുപോലെ. ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അത് ഓടായിട്ട് ആളുകൾക്കും തോന്നുന്നത്, ഓക്വേർഡ് ആവുന്നത്. ഡോക്ടർ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ബേസിക്കലി ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ മിക്ക നമ്മുടെ മലയാളികൾ ചെയ്യുന്ന ഒരു, ഞാൻ അതിന് സ്ട്രിക്ട്ലി എഗെയിൻസ്റ്റ് ആണ്, ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയോ ഒന്നുമില്ലാതെയോ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് പറയും എനിക്ക് തലവേദനയാ പനിയാ ഒരു മരുന്ന് തരാൻ, അങ്ങനെ മേടിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പല അസുഖങ്ങളും ഉണ്ടാവുന്നത് ഈ സെൽഫ് ഡ്രഗിങ് കൊണ്ടാണ്. നമ്മൾ സ്വയം ചികിത്സ എന്ന് പറയുന്നത് സത്യത്തിൽ ആത്മഹത്യാപരാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പാരസെറ്റാമോൾ പോലും നമ്മൾ സ്വയം തീരുമാനിച്ച് വാങ്ങി കഴിക്കരുത്. താങ്ക് യു, ഞാൻ ചോദിക്കാൻ നിൽക്കുകയാണ്. അറിഞ്ഞു തരിക എന്നുള്ളതാണ് ആനീസ് കിച്ചന്റെ പ്ലസ് പോയിന്റ്. സ്വയം ചികിത്സ തെറ്റാണ്. നേരത്തെ അങ്ങനെയൊക്കെ നമുക്ക് ലോ അങ്ങനെയൊന്നും കൊണ്ടുവരാനൊക്കെ ഉണ്ട്, ലോ ഉണ്ട് ശരിക്കും. അതായത് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങുന്നത് നിയമം മൂലം തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില മരുന്നുകളുടെ കാര്യത്തിൽ ഇപ്പം സാധാരണഗതിയിൽ നിത്യോപയോഗം പോലെ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഇപ്പം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഫ്രീ നമ്മൾ പോയാൽ നേരിട്ട് കിട്ടും. പക്ഷേ ആൻറ്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ സെഡേറ്റീവുകളോ അങ്ങനെയുള്ള മരുന്നുകളൊന്നും നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കുകയില്ല. ഇനി സിത്താരയുടെ ഒരു കാര്യം ചോദിക്കട്ടെ, മോളെ കുഞ്ഞിലെ പാട്ടും ഇതെല്ലാം പഠിച്ചു എന്ന് പറഞ്ഞില്ലേ, ഈ പാട്ട് ഡാൻസ് എല്ലാം ഏത് ടൈപ്പ്? അതായത് ഡാൻസ് എന്ന് പറയുമ്പോൾ ഭരതനാട്യമാണോ? ഭരതനാട്യം കുച്ചിപ്പുടിയാണ് ഞാൻ ബേസിക്സ് മുതൽ പഠിച്ചിട്ടുള്ളത്. അപ്പം പാട്ട് ആദ്യം കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് ആയിരുന്നു ട്രെയിനിങ് എടുത്തിരുന്നത്. അതൊരു എനിക്ക് തോന്നുന്നു 10th സ്റ്റാൻഡേർഡ് 12th വരയ്ക്കും അതിൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ മെല്ലെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ട്രെയിനിങ് അതിന് കൂടെ തുടങ്ങി. അപ്പോൾ 11th 12th മ്യൂസിക് ആണോ ബേസ് എടുത്ത്? അല്ല, സയൻസ് തന്നെയാണ്. ബയോ മാത്സ് ആയിരുന്നു. ഞാൻ ഗ്രാജുവേഷൻ ചെയ്തത് ലിറ്ററേച്ചറാണ്. അത് കഴിഞ്ഞ് PG ചെയ്തതും MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അത് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞു. അപ്പം എൻ്റെ കൂടെയൊക്കെ തന്നെയാണ് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ട്രെയിനിങ്ങും എടുത്തത്. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നത്. ഞാൻ അല്ലെങ്കിലും വേറൊരു ജോലിയെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. ടീച്ചിങ് ഞാൻ കഴിക്കാം. സിത്താരയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ടീച്ചിങ് ഒക്കെ ഇടയ്ക്ക് ഒരു ഇതായി വന്നു. എനിക്കതൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ മ്യൂസിക് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ. മ്യൂസിക് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതായിരുന്നു ഒരു സ്വപ്നം. അപ്പോൾ അത് ഭാഗ്യം പോലെ ഇങ്ങനെ വന്നു. ഞാൻ മെല്ലെ ഒരു മ്യൂസിക്കിൽ ഒരു മാസ്റ്റേഴ്സും കൂടി ചെയ്തു കൽക്കട്ടയിൽ പോയിട്ട്, രവീന്ദ്ര ഭാരതി യൂണിവേഴ്സിറ്റി. ഞങ്ങൾ അരങ്ങേറ്റം ഗസൽസും ഗസൽ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ ഗസൽസ് ഒക്കെ പാടാനുള്ള അവസരം പിന്നീടാണ് കിട്ടുന്നത്. അത് ഇപ്പോഴും കേരളത്തിൽ കുറച്ച് ഗസൽസ് ഒക്കെ പാടി വരുമ്പോൾ പിന്നെ കുറച്ച് ബാബുക്കയുടെ പാട്ടുകൾ ആ ഒരു മൂഡിലാണ് പോവുക. ഇപ്പൊ ബാബുക്കയുടെ രണ്ട് വരി ഭക്ഷണം കഴിക്കുമ്പോൾ പാടരുതെന്നൊക്കെ പറയും. ഗുരുക്കന്മാരാരെയും കണ്ടെങ്കിൽ ക്ഷമിക്കുക. കന്നി നീലാവത്ത് കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാറി കയ്യിലിരിക്കണ പൂമണമിത്തിരി കാറ്റിൻ്റെ കയ്യിൽ
കൊടുത്താട്ടെ, കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ. ഏറ്റവും കൂടുതൽ നാടൻ പാട്ടുകൾ പാടിയിട്ടില്ലേ? സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചു. നാടൻ പാട്ടുകൾ എനിക്ക് അതർവൈസ് കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. സിനിമയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള നാടൻ പാട്ടുകളുടെ കുറച്ച് പാടാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൽസമേല് എന്ന ആൺകുട്ടി, അതിലത്തെ പാട്ട് ഭയങ്കര പ്രത്യേകത ഉള്ളൊരു പാട്ടാണ്. ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ശബ്ദത്തിലാണ് പാട്ടിരിക്കുന്നത്. കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന് കാണാത്ത പിള്ളേരെല്ലാം കണ്ടും കൊണ്ടോടിവായോ അക്കര നിക്കണ ചക്കിപ്പെണ്ണിൻ്റെ കയ്യോ കാലോ തൊട്ടുവായോ, കയ്യോ കാലോ തൊട്ടുവായോ, നേരം പോയി നേരം പോയി പൂക്കൈത മറവറ്റേ. ഞാനവിടെ ചെന്ന് പിന്നെ കെട്ടാപുര കെട്ടിച്ചേ. ഹേ കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന്, കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന്. മോളുടെ ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞാൻ മ്യൂസിക് ആദ്യം പഠിച്ചു തുടങ്ങിയത് രാമനാട്ടുകര സതീശൻ മാഷിൻ്റെ കീഴിലാണ്. പിന്നെ പാലാ കെ രാമേന്ദ്രൻ സാറിൻ്റെ കീഴിൽ. ഇപ്പം ഞാൻ പഠിക്കുന്നത് ഉസ്താദ് ഫയാസ് ഖാൻ അദ്ദേഹത്തിൻ്റെ അടുത്തും, പിന്നെ കൽക്കട്ടയിൽ എൻ്റെ പ്രൊഫസേഴ്സ് ഒരുപാട് പേരുണ്ട്. അവരും ഡാൻസ് പഠിച്ചത് കലാമണ്ഡലം വിനോദിനി ടീച്ചർ. ഇപ്പം പഠിക്കുന്നുണ്ടോ? ഒരു കുറച്ച് നാളായി പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട്, ഒരു 5 വർഷത്തോളമായി പെർഫോം ചെയ്തിട്ട്. ഇപ്പം നമ്മൾ വെളിയിൽ നിന്നൊക്കെ ഒത്തിരി പാട്ടുകാരെ, അതായത് ഇപ്പം ആക്ട്രസ് ആയാലും ഒക്കെ വെളിയിൽ നിന്ന്, ഐ മീൻ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നല്ല, വെളിയിൽ നിന്നൊക്കെ വന്നിട്ട് ആക്ട് ചെയ്ത് പോകുന്നുണ്ട്, പാട്ട് പാടി പോകുന്നുണ്ട്. ഇപ്പം ശരിക്കും വെളിയിൽ നിന്ന് ആക്ട് ചെയ്ത് പോകുന്നത് കാണുമ്പോഴത്തേക്ക് എനിക്ക് വിഷമമുണ്ട് കേട്ടോ, മാനസികമായിട്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴല്ല, പണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടേണ്ട ചാൻസ് ഒക്കെ പോയല്ലോ ദൈവമേ എന്നുള്ള അവസ്ഥയുണ്ട്. പക്ഷെ അങ്ങനെ പാട്ടിനും ഇപ്പം സംഭവിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം തോന്നാറില്ലേ? ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ സിത്താര അവിടെയും പാടിയിട്ടുണ്ട് തമിഴില്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ സിൻസിയറായിട്ടും സത്യസന്ധമായിട്ടും പറയാണ്. കാരണം ഞാൻ ഒരു പാട്ടും ഇപ്പം നമുക്കിപ്പം ഇവിടുത്തെ ബാക്കി മലയാളികൾ പാടുന്ന പാട്ടുകളൊക്കെ ഞാൻ പാടാൻ പറ്റണില്ലല്ലോ. അതിൽ തന്നെ എനിക്ക് പാടാൻ പറ്റുന്ന പാട്ടുകളാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കാറ്, ആരുടെ അടുത്താണോ കൃത്യമായി ആ പാട്ടുകൾ എത്തേണ്ടത് അവരുടെ കയ്യിൽ എത്തുകയും വേണം. നമ്മളുടെ മ്യൂസിക് ഭയങ്കര ഭംഗിയായിരിക്കണം, എന്നാലേ നമുക്ക് നല്ല പാട്ട് കേൾക്കാനും പറ്റുള്ളൂ. ഔട്ട്പുട്ട് ഏറ്റവും നല്ലതായിരിക്കണം. അപ്പം ഞാൻ ഈ ബൗണ്ടറീസിൽ വിശ്വസിക്കണേ ഇല്ല. എനിക്ക് ലോകത്തുള്ള മുഴുവൻ മ്യൂസിക്കും ഒരേപോലെയാണ് ഞാൻ ചെവി കൊടുക്കാറുള്ളത്. നമ്മുടെ മ്യൂസിക് കൂടുതൽ സിത്താര ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ മെലഡി ആണോ ഫാസ്റ്റ് നമ്പേഴ്സ് ആണോ? ഒക്കെ കേൾക്കും ഞാൻ. മെലഡി കംഫർട്ട് തോന്നുന്നത് പാടാൻ എനിക്കിഷ്ടം ഈ പറഞ്ഞ മാതിരി കുറച്ച് ഓപ്പൺ ത്രോട്ടഡ് ആയിട്ടുള്ള, എൻ്റെ എന്താ പറയുക, കുറച്ച് ഗസൽസ് ആണെങ്കിലും സൂഫി മ്യൂസിക്കിനോടൊക്കെ ഒരു അഫിനിറ്റി കൂടുതലുണ്ട് എനിക്ക്, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിനോടൊക്കെ. അല്ലാണ്ട് കേൾക്കാൻ എനിക്ക് ജാസ് ബ്ലൂസ് ഇഷ്ടമാണ്. പിന്നെ നല്ല ഡപ്പാങ്കൂത്ത് ചില സമയത്ത് ഹെഡ്ഫോണിലിട്ടിട്ട് അതിലടച്ച് ഫുൾ ഡാൻസ്. ഓരോ മൂഡിനനുസരിച്ചാ പൊതുവെ ചില സമയത്ത് ചില പാട്ടുകളോട് അഫിനിറ്റി പറയാറുണ്ട്. ഡോക്ടർ, ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ച് നല്ല ടിപ്സ് പറഞ്ഞു കൊടുക്കുക. നമ്മൾ അവരെ ഹെൽത്തായിട്ട് ബേസിക്കലി ഒരു ഡെയിലി റൊട്ടീനിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ആണ് അതിൻ്റെ ഭക്ഷണ രീതികളാണ് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഹോട്ടലാണെങ്കിലും പുറത്തുനിന്നൊക്കെ കിട്ടുന്ന എണ്ണ, അത് റീസൈക്കിൾഡ് ആയിട്ടുള്ള വീണ്ടും വീണ്ടും ഒരേ എണ്ണയിലൊക്കെ വറുത്തെടുക്കുമ്പോൾ അതിൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വരും. അത് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കും, അത് അപകടമാണ്. പരമാവധി നമ്മൾ വീട്ടിൽ തന്നെ ഭക്ഷണം പരമാവധി കഴിക്കുക. ഇനി ഹോട്ടലിൽ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ആവിയിലുള്ള വെന്ത ഭക്ഷണം അതൊക്കെ കഴിക്കാം. വറുത്തതും ഫ്രൈ ചെയ്തിട്ടുള്ളതായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഈ ബേക്കറി ഐറ്റംസ് കുറക്കുക, നന്നായിട്ട് കുറക്കുക. സ്വീറ്റും സോൾട്ടും അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക. ഓക്കെ ഡോക്ടർ, ഇപ്പം നമ്മൾ എത്രയായാലും മനുഷ്യരാണ്, നമുക്ക് സ്വാദുണ്ട്, നമ്മളെല്ലാവരും സ്വാർത്ഥരാണ്. ജങ്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബർഗറൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ടെംപ്റ്റ് ചെയ്യും അതൊന്ന് തിന്നാൻ വേണ്ടിയിട്ട് അല്ലേ? ഇതൊക്കെ തിന്നാലും അതിനുള്ള റെമഡി എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ആലോചിക്കും നാളെ മുതൽ ഞാൻ വ്യായാമം ചെയ്തു തുടങ്ങും. അത് വളരെ സത്യമാണ്. അതിനറിയോ, മലയാളത്തിൽ നാളെ എന്നൊരു വാക്ക് കണ്ടുപിടിച്ചിടത്തോളം കാലം ഞാൻ ഉൾപ്പെടെ ഇന്നു മുതൽ എന്നല്ല, നാളെ മുതൽ വ്യായാമം ഒന്നും വേണമെന്ന് വ്യായാമത്തിന് ജിമ്മിൽ പോവുക അല്ലെങ്കിൽ ഭയങ്കരമായ ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒന്നും വേണമെന്നില്ല. ഒരു ദിവസം ഒരു മനുഷ്യൻ ശരാശരി 45 മിനിറ്റെങ്കിലും നടന്നിരിക്കണം. അപ്പോൾ അയാൾക്ക് അസുഖം വരാനുള്ള സാധ്യത 3-1 കുറയും.
സിത്താരയ്ക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇത്രയും നാൾ വർക്ക് ചെയ്തതിലും പാടിയതിലും ഒക്കെ ഇഷ്ടപ്പെട്ടതിൽ ഏറ്റവും നല്ലൊരു സ്റ്റേജ് പെർഫോമൻസ് അല്ലെ ഒരു വേദി എന്തായിരുന്നു? കുറേ എണ്ണം ഉണ്ട് ചേച്ചി. ഇഷ്ടപ്പെടാത്തത് വളരെ അപൂർവമാണെന്ന് മാത്രം. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോ ഫണ്ട് ഉണ്ടായിരിക്കും. ചിലപ്പോൾ കൂടെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കും, പാട്ടുകാരായിട്ടുള്ള നല്ല സുഹൃത്തുക്കളുടെ കൂടെ പെർഫോം ചെയ്യുക എന്നുള്ളത്. ചില സമയത്ത് നമ്മൾ നന്നായിട്ട് പാടിയതിൻ്റെ സന്തോഷം ഇന്നാന്ന് പറയാനൊക്കെ അല്ലേ? ഓക്കെ, നല്ല കാര്യം. എന്തായാലും എന്താ പറയുന്നത്, സിതാര ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞു, സിതാരയുടെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ സിതാര ഇത്രയും നേരം എനിക്ക് തോന്നുന്നു ഫോർമാലിറ്റിയുടെ പുറത്ത് ഇങ്ങനെ എന്താ പറയുക, നമ്മളെല്ലാം കണ്ടതല്ലേ ഇച്ചിരി കഴിക്കാൻ ഇത് സംഭവിക്കാത്തത്. അതായത് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെന്താ ബഹളം വെക്കാൻ. ദൈവമേ, എനിക്ക് വല്ല തേർഡ് സെൻസ് ഉണ്ടായിരുന്നോ? ഞാൻ ആദ്യമേ കൊടുത്തിട്ട് ആ വർത്താനം പറഞ്ഞു. ചില എപ്പിസോഡ്സ് കാണും, ഞാൻ പറയട്ടെ ചേച്ചി, ചില എപ്പിസോഡ്സ് കാണുമ്പോൾ ഏതൊരു പടത്തിലുണ്ട് ജഗതി സാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരാൾ എടുക്കുമ്പോൾ അയാളുടെ കൈ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ അവസാനം കഴിഞ്ഞു ഇനി പൊക്കോ, ഞാൻ അവസാനം ഇനി അത് പറയൂ. ശരി, എന്താ പറഞ്ഞ ആ പരാതി ഞാനങ്ങ് ഏറ്റു. അതിനിപ്പോ നമുക്ക് ഇവർക്ക് കഴിക്കാനായിട്ട് അങ്ങ് വിട്ടുകൊടുക്കാം. ഇനി കഴിച്ചോളൂ, കഴിച്ചിട്ട് പറഞ്ഞോളൂ. രണ്ടത് പല്ലോടൊന്നും പരീക്ഷിക്കണ്ട അല്ലേ? ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കിയില്ലേ? ഇനി എന്നാ പറയുന്നത്, നമ്മുടെ ആനീസ് കിച്ചണിലൂടെ നമുക്ക് ഭക്ഷണം മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇനിയെങ്കിലും ഒരു കുഞ്ഞ് റിക്വസ്റ്റ് ആട്ടോ, നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യത്തിനെയും കൂടെ നോക്കണം, കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കണം, എല്ലാം ചെയ്യണം. ഡെഡിക്കേഷൻ സോങ് ആവാം. പിന്നെ ഉണ്ടോന്നോ? ഇത് മിക്കവാറും ഞാൻ തിന്ന ക്രാബെല്ലാം ഞാൻ ഇങ്ങോട്ട് വാങ്ങി. ഉണ്ടോന്ന് ഒന്ന് അലച്ചോക്ക്. ഉണ്ട്. ഡോക്ടർക്ക് സ്നേഹം തോന്നി, ഞാനാണ് ഈ ഐഡിയ പറഞ്ഞത്, ഓർമ്മിപ്പിച്ചു മാത്രം. പലപ്പോഴും ഓർമ്മിപ്പിക്കലാണ് എന്റെ പണി. ഞങ്ങള് എന്താ പറയാ, നമ്മള് കുട്ടികള് രീതിയിൽ ആ ഒരു നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഏജ് നമ്മളിങ്ങനെ ഭയങ്കര സിനിമ ഭയങ്കര ഫാസിനേഷൻ ആയിട്ട് കാണുമ്പോൾ കൊതിയോടെ കണ്ടിട്ടുള്ളൊരു പാട്ടാണ്. ചിച്ചാ 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 എന്നിട്ടും നീ പാടിയില്ലല്ലോ മാനത്തേരാ പാടി, തിങ്കൾ കൊമ്പിൽ കൂടും കൂട്ടി കാതോർത്തിരിപ്പൂ ഞാൻ, എന്നിട്ടും നീ പാടിയില്ലല്ലോ മാനത്തേരാ പാടി. അഭിനയിക്കും ഇപ്പോൾ ഒന്നും കൂടെ. ശരിക്കും ഇത്രയും ഡെഡിക്കേഷൻ എനിക്ക് വേണ്ടി തന്നില്ല. എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് എനിക്കല്ല ഞാൻ കൊടുക്കുന്നത്, ശരിക്കും കമൽ സാറിനും ശ്രീനിയേട്ടനും എനിക്ക് ആ ഒരു ക്യാരക്ടർ തന്നിട്ട് ഇത്രയും സക്സസ് ആക്കുക. എനിക്കും സിതാരയുടെ ഒക്കെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ പോലെ എൻ്റെ കാരിയറിൽ ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് മഴയത്ത് മുൻപേ ആയിരുന്നു. അതിലാണ് എൻ്റെ പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നതും ആ ക്യാരക്ടർ ചെയ്ത് കണ്ടിട്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, മനസ്സിനകത്ത് ഒരുപാട് തൃപ്തിയുണ്ട്. അതിന് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞാൽ നമ്മൾ ഫോർമാലിറ്റി ആയി പോകും, അതുകൊണ്ട് വേണ്ട. എന്നാലും ഒരു മനസ്സ് നിറയെ തൃപ്തിയും സന്തോഷവും ഉണ്ട്. ഇവിടെ വന്നതിൽ വളരെ വളരെ താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഇനി സിത്താര എത്ര ഉയരത്തിലെത്താൻ പറ്റുമോ, അതെനിക്ക് വേണ്ടി പാടിത്തന്നോണ്ടല്ല കേട്ടോ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് സിൻസിയറായിട്ട് പറയാം, എത്ര ഉയർച്ചയിലെത്താൻ പറ്റുമോ അത്രയും എത്തട്ടെ. അതിന് വേണ്ടി നമുക്ക് സിത്താരയ്ക്ക് ഫുൾ സപ്പോർട്ടും ഡോക്ടർ ഇത്രയും നല്ലൊരു ടിപ്സ് പറഞ്ഞു തന്ന ഡോക്ടറിന് ഫുൾ സപ്പോർട്ടോടു കൂടി ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ ഗസ്റ്റുമായി വീണ്ടും കാണാം. ചിൽഡ്രൻ, goodbye.